ഹലോ, എല്ലാവർക്കും ഇപ്പം നമസ്കാരം. ഇപ്പോൾ പാവയ്ക്ക ഉണ്ടാക്കാമെന്ന് വെച്ചു. എൻ്റെ നാട്ടിൽ ഇത് പാവയ്ക്ക എന്നാട്ടോ പറയണേ. എന്നാൽ കൈപ്പയ്ക്ക എന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണേലും ഇപ്പോൾ കൈപ്പയ്ക്ക എന്നിട്ട പേര് അത് അറിഞ്ഞു തന്നെ ഇട്ടതാണ്. കൈപ്പയ്ക്ക. അവന് കൈപ്പയ്ക്കയാണേലും പാവയ്ക്കയാണേലും ഇവന് ഗുണങ്ങളേറെയാണ്. പക്ഷേ ഇവൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ആരും ആ പേരും ഇട്ടിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ഞാനാണെങ്കിൽ ഇച്ചിരി മോരുകറി ഉണ്ടാക്കാമെന്ന് വെച്ചു. മോര് കാച്ചാനായിട്ട് മോര് കാച്ചാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ ഈ സൈഡിലിരിക്കണ കണ്ടത്. അങ്ങനെ ഇവനെയും കൂടെ തോരൻ വെക്കാമെന്ന് വെച്ചു. പാവയ്ക്കയും കൈപ്പയ്ക്കയും എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊടാറില്ല കേട്ടോ. വറുത്തരച്ച് വെക്കുമായിരുന്നെങ്കിൽ എനിക്കിഷ്ടമാണ്. എൻ്റെ അമ്മ നല്ല അടിപൊളി തേയില വെക്കും, അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു ദിവസം ഞാൻ മോരുകറിയുടെ കൂടെ കഴിച്ച് വെക്കുമ്പോൾ നല്ല അസൽ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ മോര് കാച്ചിയപ്പോൾ പെട്ടെന്ന് ഇവന് ഓർമ്മ വന്ന് ഇവനെ ഒരു തോരനാക്കാമെന്ന് വെച്ചു. ഒലത്ത് മെഴുക്ക് പുരട്ടി വറക് ഉപ്പേരി അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ തോരൻ വെക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അതിൻ്റെ കയ്പ്പും കുറഞ്ഞു കിട്ടും. കൂടെ ബെസ്റ്റാണ് മോരുകറി കോമ്പിനേഷൻ. ഇത് രണ്ടും ഉണ്ടെങ്കിലാട്ടോ നമുക്ക് ഇവനോട് ഇച്ചിരി ഇഷ്ടം തോന്നുള്ളൂ.